സ്നേഹപൂർവ്വം ഷാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഷാമ സാരിയൊക്കെ കൊണ്ട് മുഖം മറിച്ച് അശ്വതിയുടെ കൂടെ അമ്പലത്തിനകത്തേക്ക് കയറുവാണ്. ഈ സമയം ദേവൻ നടയുടെ ഉള്ളിൽ ഭഗവാനെ പൂജകളൊക്കെ അർപ്പിച്ചുകൊണ്ട് അതിൻ്റെ അകത്ത് നിൽക്കുമായിരിക്കും. ഈ സമയം ഷാമയും അശ്വതിയും അമ്പലത്തിൻ്റെ ചുറ്റും പരിസരമൊക്കെ നോക്കുന്നുണ്ട്. രാധിക അവിടെ എങ്ങാനും ഉണ്ടോ എന്നറിയാൻ. അതിനുശേഷം രണ്ടാളും നടയെ വന്ന് പ്രാർത്ഥിക്കുവാണ്. ഈ സമയം ഷാമ പ്രാർത്ഥിക്കണേ, ഭഗവാനെ, ഇന്ന് ഞാൻ അമ്പലത്തിലേക്ക് വരുന്നത് പ്രതീക്ഷകളോടുകൂടിയാണ്. പക്ഷേ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഉറപ്പോടുകൂടിയാണ് അങ്ങ് സംരക്ഷിച്ചു വെച്ചിരിക്കുന്ന എൻ്റെ മകളെ കാണാൻ. തിരുമേനിക്ക് എന്നോട് അപ്രീതിയൊന്നും തോന്നാതെ എല്ലാ സത്യങ്ങളും എന്നോട് തുറന്നു പറയാനുള്ള മനസ്സുണ്ടാവണേ എന്നൊക്കെ പറഞ്ഞ ശ്യാമ അവിടെ കൈകൾ കൂപ്പി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരിക്കും കേട്ടോ. ഈ സമയത്തായിരിക്കും യശോദ നടയുടെ അരികിലേക്ക് വന്ന് മാലയും മറ്റു സാധനങ്ങളൊക്കെ തട്ടിലാക്കിയിട്ട് അവിടെ കൊണ്ടുവന്ന് വെക്കുന്നത്. ഈ സമയം ഒരു പരിചയക്കാരി യശോദയുടെ അരികിൽ വന്ന് സംസാരിക്കുന്നുണ്ട്. ഇന്നെന്താ തിരുമേനിയുടെ കൂടെ യശോദ ഇങ്ങ് പോന്നു? അതെ, വീട്ടിൽ വെറുതെ ഇരിക്കുകയല്ലേ, ഇങ്ങോട്ടേക്കൊന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇങ്ങോട്ട് വരുന്നത് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ അവരുടെ സംസാരം കേൾക്കുമ്പോൾ ശ്യാമയും അശ്വതിയും അങ്ങോട്ടേക്ക് ശ്രദ്ധിക്കുവാണ്. അങ്ങനെ ആ സംസാരിച്ച ചേച്ചി അവരുടെ അരികിലേക്ക് വരുമ്പോൾ അശ്വതി ചോദിക്കണേ, അല്ല ചേച്ചി, അതാരാ തിരുമേനിയുടെ? അത് തിരുമേനിയുടെ ഭാര്യയാ എന്നും പറഞ്ഞ് ആ ചേച്ചി അവിടെ നിന്നും പോകുവാണ്. ഈ സമയം ശ്യാമ അവിടെ മുഖമൊക്കെ മറിച്ച് നിൽക്കുമായിരിക്കും കേട്ടോ. അങ്ങനെ അവർ അവിടെ ഇരുന്ന് മറ്റു ശരിയാക്കിക്കൊണ്ടിരിക്കുന്ന യശോദയെ നോക്കുന്നുണ്ട്. ഈ സമയത്ത് തിരുമേനി നടയിൽ പുറത്തേക്ക് ഇറങ്ങി വരുമായിരിക്കും. എന്നിട്ട് ദേവൻ വന്ന് ശ്യാമക്കും അശ്വതിക്കും തീർത്തൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവരതൊക്കെ സ്വീകരിക്കുവാണ് കേട്ടോ. ഈ സമയം അവിടെ ഇരിക്കുന്ന യശോദനെ നോക്കിയിട്ട് ദേവൻ ചോദിക്കണേ, യശോദേ, നമ്മുടെ മോള് ഇതുവരെ എത്തിയില്ലേ? ഇല്ല, ഞാൻ നോക്കാം എന്നും പറഞ്ഞ് യശോദ പുറത്തേക്ക് ഇറങ്ങുവാണ്. അന്നേരം ദേവൻ പൂജക്കായിട്ട് വീണ്ടും നടയിൽ കയറി വാതിലടക്കുവാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ശ്യാമക്കൊന്നും ചോദിക്കാനായിട്ട് പറ്റിയില്ല. അങ്ങനെ അശ്വതി ശ്യാമയും പുറത്തേക്ക് ഇറങ്ങി നിൽക്കുവാണ് കേട്ടോ. ഈ സമയം അശ്വതി പറയണേ, എന്താണെങ്കിലും കാര്യം ചോദിക്കാൻ പറ്റിയ സമയം തന്നെയാണ്. തിരുമേനിയും ഭാര്യയും മോളും എല്ലാവരും ഇവിടെ തന്നെയുണ്ട്. അന്നേരം ശ്യാമയും പറയുക, അതെ, എന്താണെങ്കിലും ഇന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കണം. തിരുമേനിയുടെ തിരക്കൊന്നും ഒഴിയട്ടെ. അങ്ങനെ പറഞ്ഞ് അവരോട് നിൽക്കുമായിരിക്കും. പെട്ടെന്നായിരിക്കും അശ്വതി പൂക്കളുമായിട്ട് അതുവഴി നടന്നു വരുന്ന രാധികയെ കാണുന്നത്. അങ്ങനെ രാധികയെ കണ്ട് കണ്ണുകൾ വിശ്വസിക്കാനാവാതെ നിൽക്കുവാൻ കേട്ടോ അശ്വതി. ശ്യാമേ, ഇതാ നോക്ക് ആരാ വരുന്നതെന്ന് അങ്ങനെ പറഞ്ഞ് രാധികയെ ചൂണ്ടിക്കാട്ടി കൊടുക്കുവാൻ കേട്ടോ അശ്വതി. അങ്ങനെ ശ്യാമ രാധികയെ കണ്ട് കണ്ണുകൾ എടുക്കാതെ രാധികയെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. രാധികയെ കാണുമ്പോൾ ശ്യാമക്ക് ഒത്തിരി സന്തോഷമാകുവാണ് കേട്ടോ. ഈ സമയം രാധികയാണെങ്കിൽ അവരെയൊന്നും കാണുന്നില്ല. അവരെ കാണാതെ അമ്പലത്തിനകത്തേക്ക് രാധിക കയറി പോകുവാണ്. ഈ സമയം ശ്യാമ സന്തോഷത്തോട് പറയണേ, ചേച്ചി നോക്ക്, എൻ്റെ മോള്, അവളെ കാണാൻ എന്നെ പോലെ തന്നെയാണല്ലോ ഉള്ളത്. അന്നേരം അശ്വതിയും കണ്ണുനീരൊക്കെ തുടച്ചുകൊണ്ട് പറയണേ, അതെ, ഒരു കാര്യം ശരിയാ, ശ്യാമ ചെന്ന് മകളെക്കുറിച്ച് അന്വേഷിച്ചു കഴിഞ്ഞാൽ ആർക്കും നിങ്ങൾ നിഷേധിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് സാമ്യമുണ്ട് നിങ്ങൾ തമ്മിൽ. ഈ സമയം ശ്യാമ പറയണേ, ഇന്ന് ഈ അമ്പലനടയിൽ വെച്ച് തന്നെ എൻ്റെ മോള് എന്നെ അമ്മയെന്ന് വിളിച്ചിരുന്നെങ്കിലോ? വിളിക്കുമായിരിക്കും അല്ലേ ചേച്ചി? അന്നേരം അശ്വതി പറയണേ, അതേ ശ്യാമേ, വിളിക്കും. ഈ അമ്പലത്തിൻ്റെ ചുറ്റളവിലേക്ക് ഭഗവാൻ ശ്യാമയെ വിളിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ശ്യാമയുടെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ ഒരു മുഹൂർത്തം സമ്മാനിക്കാൻ തന്നെയാണ്. അന്നേരം ശ്യാമ പറയണേ, ഇത്രയും നാളും ഒരർത്ഥം ഇല്ലാതെ പോയ ജീവിതത്തിന് പെട്ടെന്നൊരർത്ഥം വന്നതുപോലെ. ചേച്ചി വാ എന്നും പറഞ്ഞ് അശ്വതിയും കൂട്ടി അവർ വീണ്ടും അമ്പലത്തിനകത്തേക്ക് ചെല്ലുവാണ്. ഈ സമയം രാധിക ദേവൻ്റെയും യശോദയുടെ അരികിലേക്ക് എത്തുക. അച്ഛാ, അങ്ങനെ രാധികയെ കാണുന്നതും ദേവൻ ചോദിക്കണേ, അല്ല, ആരെയോ കാണാനുണ്ടെന്ന് പറഞ്ഞ് പോയിട്ട് ഇതൊക്കെ വാങ്ങാനാണോ പോയത്? ആരെങ്കിലും പൂജ കഴിക്കാൻ വല്ലതും തന്നു വിട്ടതാണോ മോളുടെ കയ്യിൽ ഇതൊക്കെ? അന്നേരം രാധിക പറയണേ, ഇത് ഞാൻ സ്നേഹയുടെ കടയിൽ നിന്ന് വാങ്ങിയതാ. ഇനി സ്നേഹയുടെ കടയിൽ ഞാൻ പൂജാ സാധനങ്ങളൊക്കെ കൊടുക്കാൻ പോകുന്നത് വെറുതെ ഒന്നുമല്ല, ചെറിയൊരു കമ്മീഷനും ഞാൻ വാങ്ങുന്നുണ്ട്. വെറുതെ ഇരിക്കണ്ടല്ലോ, എന്തെങ്കിലും ജോലി ചെയ്ത് എന്തെങ്കിലും കുറച്ച് പൈസ കിട്ടിയാൽ അച്ഛനത് സഹായിക്കാൻ പറ്റുമല്ലോ. അന്നേരം ദേവൻ അത് കേട്ടിട്ട് ചോദിക്കണേ, നീ എന്നെ സഹായിക്കാൻ വേണ്ടിയാണോ ഇങ്ങനെ ചെയ്യുന്നത്? എന്നാലേ അതൊന്നും വേണ്ടെന്ന് സ്നേഹയോട് പറഞ്ഞേക്ക്. ഈ സമയം ശ്യാമയും അശ്വതി അവിടെ മറഞ്ഞു നിന്ന് അവരുടെ ഈ സംസാരമൊക്കെ കേൾക്കുന്നുണ്ടാവും. അന്നേരം രാധിക ചോദിക്കുക, അതെന്താ വെച്ചാൽ ഈ ജോലിക്ക് എന്താ ഇപ്പോൾ കുഴപ്പം? അന്നേരം ദേവൻ പറയുന്നുണ്ട്, ഈ ജോലിക്ക് കുഴപ്പമൊന്നുമില്ല, ഭഗവാന്റെ സാധനങ്ങൾ കൊണ്ടുപോയി കൊടുക്കുന്നതൊക്കെ നല്ല കാര്യമോ. പക്ഷേ എൻ്റെ മോള് ജോലിക്കൊന്നും പോകണ്ട, എനിക്കതൊന്നും ഇഷ്ടമല്ല. അന്നേരം രാധിക പറയണേ, ഇത് കണ്ടോ അമ്മേ, നീ ചിണുങ്ങിയൊന്നും വേണ്ട, അച്ഛൻ പറഞ്ഞത് തന്നെയാണ് കാര്യം. ദേവൻ പറയുക, മോളെ, അച്ഛന് കഷ്ടപ്പാടുകളൊക്കെ ഉണ്ട്, പക്ഷേ അതൊക്കെ ഉണ്ടാവുന്നതും തരണം ചെയ്യുന്നതും ഒക്കെ നിങ്ങൾക്ക് വേണ്ടിയാണെന്ന് ആലോചിക്കുമ്പോൾ അച്ഛനതിൽ ഒരു സങ്കടവും വിഷമവും തോന്നാറില്ല. അച്ഛന് ഒരുപാടൊന്നും ചെയ്യാൻ പറ്റില്ലായിരിക്കും, പക്ഷേ അച്ഛൻ മോളെക്കുറിച്ച് കാണുന്ന സ്വപ്നങ്ങളൊക്കെ വലുതാണ്. ഈ സമയം യശോദ പറയണേ, നിന്റെ സ്ഥാനത്ത് പ്രിയങ്കയായിരുന്നെങ്കിൽ ഒരുപക്ഷെ അച്ഛനതിന് സമ്മതിച്ചു കൊടുത്താനേ. പക്ഷെ മോള് കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ അച്ഛനത് സഹിക്കാൻ പറ്റില്ല. അന്നേരം രാധികാൻ പറയണേ, അത് തന്നെ എനിക്കും, അച്ഛൻ കഷ്ടപ്പെടുന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല. ഈ സമയം ദേവൻ പറയണേ, മോളെ, മനസ്സിലൊരു 1000 പ്രശ്നങ്ങളുണ്ടെങ്കിലും നിന്റെ മുഖം കാണുമ്പോൾ അച്ഛൻ ആശ്വാസമാവുന്നത്. അച്ഛൻ്റെ പ്രാണൻ നിലനിൽക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ആര് ചോദിച്ചാലും എനിക്ക് പറയാൻ ഒരു പേരേ ഉള്ളൂ, അത് നിന്റെ പേരാണ്. ഈ സമയം രാധിക പറയണേ, അച്ഛൻ ഈ പറയുന്നതൊക്കെ ആത്മാർത്ഥമായിട്ടാണെങ്കിൽ എന്നെ ഈ ജോലി ചെയ്യാൻ സമ്മതിച്ചൂടെ? ഇതൊരു കുഞ്ഞു ജോലിയല്ലേ?
കണ്ടോ അവൾ വിഷയം മാറ്റുന്നത് കണ്ടോ എന്ന് യശോദ പറയുമ്പോൾ രാധിക പറയണേ അമ്മൊന്ന് ചുമ്മാതിരുന്നേ. പണ്ടത്തെ കാലത്താ പെൺകുട്ടികൾ ജോലിക്കൊന്നും പോകണ്ട, വീട്ടിൽ തന്നെ ഇരിക്കണമെന്ന് പറയുന്നത്. ഇപ്പോൾ കാലം മാറിയില്ലേ, എല്ലാവരും ജോലിക്ക് പോകുന്നില്ലേ. എനിക്കാണെങ്കിൽ അത്ര വലിയ പഠിപ്പൊന്നുമില്ലല്ലോ, അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന ഈ ജോലിയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റൂ. പിന്നെ ഭഗവാന്റെ സാധനങ്ങൾ, പൂജാ സാധനങ്ങളൊക്കെ വിൽക്കുന്നതിന് ആര് കുറ്റം പറയാനാ? ദേവേട്ടാ, ഇവളിങ്ങനെ ഓരോന്നൊക്കെ പറയും, അതൊന്നും കേട്ട് തീരുമാനം മാറ്റല്ലേ. ഈ സമയം രാധിക പറയണേ അച്ഛാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഭഗവാന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തെങ്കിലും തെറ്റാകോ? ഇല്ല എന്ന് ദേവൻ പറയുമ്പോൾ രാധിക പറയണേ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഞാൻ കാണുന്നത് ദൈവത്തിൻ്റെ സ്ഥാനത്താണ്. അപ്പം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യം എങ്ങനെയാണ് തെറ്റെന്ന് പറയാൻ പറ്റുന്നത്? അങ്ങനെയല്ലേ അച്ഛാ? അന്നേരം യശോദ പറയണേ കണ്ടോ ചോദ്യങ്ങൾ ചോദിച്ചാൽ അവൾ കുടിക്കിയത് കണ്ടോ? ഇത് കുടിക്കിയതൊന്നുമല്ല, അവൾ ചോദിച്ചതിൽ ന്യായമുണ്ട്. ന്യായമുള്ള ചോദ്യങ്ങൾ കേട്ട് നിൽക്കുന്നത് രസമല്ലേ? എൻ്റെ മോൾക്ക് ഇപ്പം എന്താ വേണ്ടത്? ഈ സാധനങ്ങൾ വിൽക്കണം, അത്രേ അല്ലേ ഉള്ളൂ. അത് കേൾക്കുമ്പോൾ രാധികയ്ക്ക് സന്തോഷമാവാം. കണ്ടോ അച്ഛൻ സമ്മതിച്ചത് കണ്ടോ? അത് പിന്നെ എനിക്കറിയില്ലേ, അല്ലെങ്കിലും അച്ഛൻ അവസാനം വഴങ്ങിത്തരുമെന്ന് എനിക്കുറപ്പായിരുന്നു. ഇങ്ങനൊരു അച്ഛനെ മോള് നാട്ടിലാരും കണ്ടിട്ടില്ലെന്ന് തന്നെയല്ലേ ഇവിടെ എല്ലാവരും പറയുന്നതും. അങ്ങനെ യശോദ പറയുന്നത് കേൾക്കുമ്പോൾ ദൈവം പറയണേ ആളുകൾ അങ്ങനെയൊക്കെ അസൂയോടെ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ യശോദേ. എനിക്കിപ്പോൾ ഒരൊറ്റ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, ജീവിത അവസാനം വരെ ഇവരുടെ ഈ സ്നേഹം എന്നും നമുക്കൊപ്പം ഉണ്ടാവണം. അന്ന് വാവിട്ട് നിലവിളിക്കുന്ന കുഞ്ഞായ നിന്നെ ഇവിടെ അമ്പലത്തിൻ്റെ അവിടെ കണ്ടപ്പോൾ എൻ്റെ അടുത്ത് നിന്നവർ പോലും എന്നെ വിളക്കി. വീട്ടിലെത്തിയപ്പോൾ അമ്മ എന്നെ വിളക്കി. സത്യം പറഞ്ഞാൽ ഞങ്ങൾ നിന്നെ എടുത്തു വളർത്തിയതല്ല, നിന്റെ നന്മയുള്ള സ്നേഹവും പെരുമാറ്റവും ഞങ്ങളെ അച്ഛനും അമ്മയും ആക്കി മാറ്റുമായിരുന്നു. അച്ഛൻ്റെ ഭാഗ്യമാണ് കുട്ടി നീ. ഈ സമയം രാധിക പറയണേ അതെ, ഇനിയും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും കരയും. അത് കണ്ടു കഴിയുമ്പോൾ എനിക്കും കരച്ചിൽ വരും. അതുകൊണ്ട് അധികം ഇവിടെ നിന്ന് സംസാരിക്കുന്നതിലും നല്ലത് ഞാൻ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി വിറ്റിട്ട് വരാം, ഒന്ന് അനുഗ്രഹിക്കാം. അങ്ങനെ അമ്മയുടെ അച്ഛൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങിക്കുവാണ് കേട്ടോ രാധിക. ഈ സമയം യശോദ രാധികനെ ചേർത്ത് പിടിക്കുക ഉമ്മ വയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് കാണുമ്പോൾ ശ്യാമക്ക് വല്ലാത്തൊരു സങ്കടമൊക്കെ തോന്നുവാണ്. അങ്ങനെ അവരുടെ അരികിലേക്ക് ചെല്ലാൻ പോകുമ്പോൾ അശ്വതി തടയുവാണ് കേട്ടോ. ഈ സമയം രാധിക പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ആ പൂക്കിനെ രാധിക അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം യശോദ പറയണേ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അവളെ പിന്നെ മാറ്റാൻ പറ്റില്ല. അന്നേരം ദൈവം പറയണേ നമ്മളവളെക്കുറിച്ച് ഓർത്ത് അപമാനിക്കല്ലേ വേണ്ടത്, എത്ര പുണ്യം ചെയ്താലാ ഇങ്ങനൊരു മോളെ കിട്ടുക. അങ്ങനെ അവർ പറയുന്നതും അവർക്കിടയിൽ സ്നേഹമൊക്കെ കണ്ടിട്ട് ശ്യാമക്ക് വല്ലാതെ സങ്കടവും വിഷമമൊക്കെ ആകുവാണ് കേട്ടോ. അങ്ങനെ ശ്യാമ അശ്വതിയും കൂടി അവിടെ നിന്ന് കുറച്ച് മാറി നിൽക്കുവാണ്. ഈ സമയം രാധിക പുറത്ത് അവിടെ നിന്ന് മേടിച്ച പൂക്കളും സാധനങ്ങളും ഒക്കെ അമ്പലത്തിൽ വരുന്നവർക്ക് വിൽക്കുവാണ്. ഈ സമയം ശ്യാമ കരഞ്ഞുകൊണ്ട് പറയണേ എനിക്കതൊക്കെ കാണുമ്പോൾ പേടിയാകുമോ ചേച്ചി, അവരിൽ നിന്നുമല്ലേ ഞാൻ എൻ്റെ മോളെ പറിച്ചെടുക്കേണ്ടത്. അന്നേരം അശ്വതി പറയുന്നുണ്ട് പെട്ടെന്ന് അവളോട് അമ്മയാണെന്നുള്ള സത്യമൊന്നും പറയണ്ട, അങ്ങനൊരു കാര്യം അവൾ അറിയുമ്പോൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ സമയം രാധികയുടെ അരികിലേക്ക് അമ്പലത്തിലൊരു ചേച്ചി വരിക. മോളെ ഇന്നു മുതൽ ഈ സാധനങ്ങളൊക്കെ മോളാണ് ഇവിടെ വിൽക്കുന്നത്. സ്നേഹയുടെ കയ്യിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് പൂക്കൾ വാങ്ങുമ്പോൾ അതിൽ ചില ചീത്ത പൂക്കളൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷെ രാധിക മോളാണ് വാങ്ങുന്നതെങ്കിൽ അതൊക്കെ സൂക്ഷിച്ചും കണ്ടേ കൈകാര്യം ചെയ്യൂ. ഭഗവാന്റെ കാര്യത്തിൽ രാധിക മോൾ കൃത്യമൊന്നും കാണിക്കാറില്ലല്ലോ. ഈ സമയം അവിടെ നിന്ന് ഈ സാധനങ്ങളൊക്കെ വിറ്റുകൊണ്ടിരിക്കുന്ന രാധികേനെ ശ്യാമയും അശ്വതിയും കാണുവാണ് കേട്ടോ. ചേച്ചി അങ്ങോട്ട് ചെല്ല് എന്ന് പറഞ്ഞ് ശ്യാമ അശ്വതിനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുവാണ്. എന്നിട്ട് ശ്യാമ ഒരു മരത്തിൻ്റെ ഇവിടെ മറഞ്ഞു നിൽക്കുവാണ് കേട്ടോ. ഈ സമയം അശ്വതി രാധികയുടെ അരികിൽ ചെന്ന് പൂക്കൾ വേണമെന്ന് പറയുക. അന്നേരം രാധിക പറയുന്നുണ്ട് പൂക്കൾ മാത്രമല്ല പൂജയ്ക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്, എന്നാൽ എല്ലാം എടുത്തോ എന്ന് അശ്വതി പറയുക. അങ്ങനെ അതെല്ലാം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ രാധിക ചോദിക്കുക അല്ല ചേച്ചി ഈ നാട്ടിൽ ആദ്യമായിട്ടാണോ? അതെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല ഈ നാട്ടിലുള്ള എല്ലാവരും എനിക്കറിയാം. എല്ലാവരും അറിയോ? പിന്നല്ലാതെ വെറുതെ അറിയാമെന്നല്ല, നന്നായിട്ടറിയാം. അല്ല കുട്ടി ഇവിടുത്തെ തിരുമേനിയുടെ മോളാണോ? അതെ. വളർത്തുമോളാണോ? അന്നേരം രാധിക പറയണേ എല്ലാ അച്ഛനും അമ്മമാരും മക്കൾ വളർത്തുകയല്ലേ, അപ്പോൾ അവരെല്ലാവരും വളർത്തുമക്കളാണോ? അതല്ല കുട്ടി, കുറച്ച് മുമ്പ് ക്ഷേത്രനടയിൽ വെച്ച് കുട്ടി അച്ഛനും അമ്മയും കൂടി സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു, അതാ ഞാൻ അങ്ങനെ ചോദിച്ചത്. അന്നേരം രാധിക പറയണേ ശരിയാ, എന്നെ എടുത്ത് വളർത്തിയതാ അവർ. ഇടയ്ക്ക് ഞങ്ങൾ സംസാരിക്കുമ്പോൾ അറിയാതെ കാര്യങ്ങൾ പുറത്തേക്ക് വരും, പക്ഷേ അവർക്ക് എന്നെയെന്ന് വെച്ചാൽ ജീവനാ. സത്യം പറഞ്ഞാൽ എൻ്റെ ഈ ജീവിതത്തിന് അർത്ഥം ഉണ്ടായത് അവരുടെ രണ്ടാളുടെ മകളായിട്ട് ജീവിക്കുന്നത് കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയ്ക്ക് സന്തോഷം എനിക്ക്. അന്നേരം അശ്വതി ചോദിക്കണേ പക്ഷേ എന്തെങ്കിലും കുട്ടിയുടെ യഥാർത്ഥ അമ്മ തിരികെ വന്നാലോ? ഒരു ദിവസം പെട്ടെന്ന് അമ്മ കുട്ടിയുടെ മുമ്പിൽ വന്ന് നിന്നാലോ? എന്താ കുട്ടിയൊന്നും മറുപടി പറയാത്തത്? ഈ സമയം രാധിക ചോദിക്കണേ പ്രസവിച്ച് വലിച്ചെറിഞ്ഞ അമ്മ പിന്നെ എന്തിനാ എൻ്റെ മുമ്പിലേക്ക് വരുന്നത്? ആ അമ്മയൊന്നും ഒരിക്കലും ഇനി വരില്ല. എന്നാലും ചിലപ്പോൾ വന്നാലോ? വന്നാൽ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഞാൻ ചിലപ്പോൾ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുമായിരിക്കും. എന്നിട്ട് എൻ്റെ അച്ഛനും അമ്മയും കാണിച്ചു കൊടുക്കും ഞാൻ. ആ അമ്മ എന്നെ നഷ്ടപ്പെടുത്തിയപ്പോൾ എനിക്ക് കിട്ടിയ നേട്ടോണി വരെന്ന് പറയും, അത് എനിക്ക് അഭിമാനമാണെന്നും പറയും. എന്നാൽ ഞാൻ വരട്ടെ എന്നും പറഞ്ഞ് രാധിക ആ പൂക്കളും സാധനങ്ങളും എടുത്ത് അവിടെ നിന്നും പോകുവാണ് കേട്ടോ. അങ്ങനെ രാധികയുടെ മറുപടിയൊക്കെ കേട്ട് ആകെ സങ്കടത്തോടെ വിഷമിച്ച് നിൽക്കുവാണ് ശ്യാമ. അങ്ങനെ അശ്വതി ശ്യാമയുടെ അരികിലേക്ക് പോകുക. ഈ സമയം കരഞ്ഞുകൊണ്ട് ശ്യാമ പറയണേ
വേണ്ട, അവളുടെ മുമ്പിൽ ചെന്ന് നിൽക്കേണ്ട എനിക്ക് എന്ന് പറഞ്ഞ സങ്കടത്തോടെ നടന്നു പോകുന്ന രാധികയെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഷാമയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്